ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1778. ഇന്ന് നവംബർ മാസം 12-ാം തീയതി 317-ാമത്തെ ദിവസത്തിലെത്തി. തിന്മ ചെയ്യുന്നില്ലായിരിക്കാം. അതെ, തെറ്റുകൾ അധികമൊന്നും ചെയ്യുന്നില്ലായിരിക്കാം. അതിന്റെ കാരണം എന്താണ്? തെറ്റുകൾ ചെയ്യാനായിട്ട് അനുകൂലമായ സാഹചര്യം ഒത്തുവരാത്തത് കൊണ്ടാണ്. അങ്ങനെ അനുകൂല സാഹചര്യമില്ലാത്തത് കൊണ്ട് തിന്മ ചെയ്യാതിരിക്കുന്നതും, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടും തിന്മ ചെയ്യാതിരിക്കുന്നതും തമ്മിൽ കുറച്ചേറെ വ്യത്യാസമുണ്ട്. അല്ല, വളരെയേറെ വ്യത്യാസമുണ്ട്. എല്ലാ ദുഷിച്ച ചുറ്റുപാടുകളിൽ നിന്ന് മാറി നിന്ന് ഒരു കറ പോലും പുരളാതെ ജീവിക്കുന്നതിലല്ല വലിയ മികവുള്ളത്. എല്ലാ സാധാരണ സാഹചര്യങ്ങളിലും അകപ്പെട്ട് ജീവിച്ച് തെറ്റുകൾ പറ്റാതെ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ അറിഞ്ഞും അറിയാതെയും പറ്റിയ കറകളും തെറ്റുകളും കണ്ടെത്തി കഴുകിക്കളഞ്ഞ് ഇനി അവ ആവർത്തിക്കില്ലെന്ന ആർജവത്തോടെ തുടരുന്നതിലാണ് ആത്മവീര്യം പ്രകടമാവുന്നത്. കുറെ കൂടി ഭംഗിയുള്ള, ആഴവും അർത്ഥവുമുള്ള ജീവിതം അതാണ്. എല്ലാറ്റിനെയും ഒഴിവാക്കി ജീവിക്കാൻ ശ്രമിക്കുന്നവർക്ക് ജീവിക്കാനായിട്ട് ഒരിടവും അവശേഷിക്കില്ല. അതുകൊണ്ടാണ് ആ യുവാവ് ഇങ്ങനെ നദിയുടെ തീരത്ത് താമസിക്കുന്ന സന്യാസിയെ കാണാനെത്തിയത്. വളരെ വലിയൊരു ആശങ്കയാണ് അയാൾ സന്യാസിയുമായി പങ്കുവച്ചത്. സത്യസന്ധമായി ഏറ്റവും ഭംഗിയോടെ ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ചുറ്റുപാടുകൾ നിറയെ അഴിമതിയും അസത്യവും അധർമ്മവും മാത്രവുമാണ്. ഞാനും ആ പ്രലോഭനങ്ങളിൽ വീണുപോകുമോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഈ ആശ്രമത്തിൽ താമസിച്ചോട്ടെ. സന്യാസിയുടെ മറുപടി വളരെ രസകരമായിരുന്നു. നദിയിലൂടെ വരുന്ന തോണിക്കാരനെ ചൂണ്ടി സന്യാസി പറയുകയാണ്, ഈ വള്ളത്തിന്റെ പ്രസക്തി അത് വെള്ളത്തിന്റെ മുകളിലാണ് എന്നതാണ്. ആ തോണിക്കാരൻ ചെയ്യുന്നത് നീ ശ്രദ്ധിച്ചോ? അകത്ത് കയറുന്ന വെള്ളം കോരിക്കളയുക. അതുപോലെ നിന്റെ ജീവിതത്തിന്റെ സ്ഥലവും പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ നിന്റെ നാട്ടിലും വീട്ടിലും തന്നെയാണ്. അവിടെ തന്നെ പോയി ജീവിക്കണം. അപ്പോഴും ആ തോണിക്കാരൻ ചെയ്യുന്നത് പോലെ നിന്റെ അകത്തേക്ക് പുറത്തുള്ള ഈ പ്രലോഭനങ്ങള്, ഈ അസത്യങ്ങൾ, അഴിമതികൾ, അധർമ്മങ്ങൾ പ്രവേശിക്കാതിരിക്കാനായിട്ടാണ് നീ ജാഗ്രത പുലർത്തേണ്ടത്. അതല്ലാതെ നീ നിന്നെ തന്നെ കൊണ്ട് ആശ്രമത്തിലേക്ക് ഒളിച്ചോടി എത്തി ജീവിക്കുന്നതല്ല. അവനവനായിരിക്കുന്നിടത്ത് കുറച്ചുകൂടി ഭേദപ്പെട്ട് ജീവിക്കാനായിട്ട് ജാഗ്രതയും ശ്രദ്ധയും പ്രാർത്ഥനയും പരിസരത്തോടുള്ള പരിചരണവും ഒക്കെ ആവശ്യമാണ്. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.